ഹലോ ഹബീബി. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണോ? പ്രതീക്ഷിക്കണു. എന്തേ അങ്ങനെ പ്രതീക്ഷിച്ചോട്ടെ? ഏ ആ, വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. എവിടെ ഇருக்கு? മൂക്കട അത്രയൊന്നും എന്തായാലും എത്താൻ വേണ്ടി പോകുന്നില്ല. എന്നാലും നമ്മുടെ ഒരു കൊതി കൊണ്ട് ഇതുപോലെയൊക്കെ അടിച്ച് മിന്നിക്കണമെന്ന് മാത്രം. എപ്പോഴേ ഇനി ഏതായാലും കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് സംസാരിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഈ സിനിമ അനൗൺസ് ചെയ്ത ടൈം തൊട്ടേ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് പേഴ്സണലി എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമയുടെ ടീസർ ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി, അതും കൂടി കണ്ടപ്പോൾ ആ എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് വല്ലാതെ കൂടി, ക്യൂരിയോസിറ്റി ഒക്കെ അങ്ങോട്ട് വല്ലാതെ കൂടി, ആക്രാന്തം അങ്ങോട്ട് കൂടി ഈ സിനിമ ഇറങ്ങിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി കണ്ടതിന് ശേഷമാണെങ്കിലും ആ ഒരു എക്സൈറ്റ്മെന്റ് വിട്ടുപോകുന്നില്ല. അതാണ് അവസ്ഥ. വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, വല്ലാത്തൊരു സന്തോഷം. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, നിങ്ങൾക്കറിയാലോ, ഒരു പടം ഇറങ്ങണതിന് മുമ്പ് തന്നെ പല ആൾക്കാരും പലതരത്തിലുള്ള എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഹൈപ്പും, ആ ഹൈപ്പിനൊരു പ്രത്യേകതയുണ്ട്. ആരും പറഞ്ഞുണ്ടാക്കിയ എടുത്ത ഒരു ഹൈപ്പല്ല, താനെ ഉണ്ടായൊരു ഹൈപ്പാണ്. അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു ഹൈപ്പും പടത്തിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷനും ഒക്കെ വെച്ചിട്ട് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാൻ വേണ്ടി പറ്റും. നല്ല ഗംഭീര സിനിമ, നല്ല ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ യാതൊരു മടിയില്ല ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്. എനിക്ക് ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു സിനിമ ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതേതായാലും നന്നായി, അങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നതും. കാരണം ഈ ഒരു സിനിമയുടെ രീതികൾക്കനുസരിച്ചിട്ട് നോക്കി കാണുകയാണെങ്കിലും, ഈ ഒരു സിനിമയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൂഡിനനുസരിച്ചിട്ട് നോക്കി കാണുവാണെങ്കിലും ഈ സിനിമയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ആക്ച്വലി ഉണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് നമുക്ക് എന്താ പറയുക, ആ ഒരു സിനിമയിലേക്ക് കൂടുതൽ അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എൻഗേജിങ് ആവാൻ വേണ്ടി പറ്റുക, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ആരും ഭൂതകാലം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആ വഴിക്ക് പോരുത്. ഇത് ഭൂതകാലം പോലെയുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയല്ല. ഭൂതകാലം വേറൊരു പരിപാടിയാണ്, ബ്രഹ്മയുഗം വേറൊരു പരിപാടിയാണ്. സോ ആരുടെങ്കിലും മനസ്സിൻ്റെ അകത്ത് ഭൂതകാലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബ്രഹ്മയുഗം കാണാൻ വേണ്ടിയിട്ട് പോവുക. രണ്ടും ഒരു ഡയറക്ടറുടെ സിനിമയാണെങ്കിലും ഡയറക്ടർ രണ്ടിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് സംഗതികളാണ്. ഈ ഭൂതകാലത്തിൻ്റെ അകത്ത് നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മയുഗത്തിൻ്റെ അകത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന സംഗതികളൊന്നും ആക്ച്വലി ഇല്ല. ആരും അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബ്രഹ്മയുഗത്തിൻ്റെ അകത്ത് പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇട്ട് തരുന്നത്. പിന്നെ ഈ സിനിമയത്തെ പാട്ടുകളൊക്കെ നമ്മൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കേട്ടതാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഈ പാട്ടുകളൊക്കെ തിയേറ്ററിൻ്റെ അകത്തുനിന്ന് കേൾക്കുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഗംഭീര പാട്ടുകളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് പോലെ തന്നെ ഈ പാട്ടുകളും ആ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന സമയത്ത് കൂടുതലും ആ ഒരു സിനിമയിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ആക്രാന്തം ഉണർത്തുന്നതായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. ഇനി ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മമ്മൂക്കയിലേക്ക് എത്താം. അതിന് മുമ്പ് അർജുൻ അശോകനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ടീസറും ട്രെയിലറും ഒക്കെ കണ്ട സമയത്തേ, അർജുൻ അശോകൻ്റെ പരിപാടികളൊക്കെ കണ്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ പുള്ളിയിൽ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ എന്തായാലും തെറ്റിച്ചിട്ടില്ല. പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് പുള്ളി ചെയ്യാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടറും പെർഫോമൻസൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പുള്ളീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ദയനീയതയൊക്കെ ആക്ച്വലി തോന്നും, പാവമൊക്കെ തോന്നും. അയ്യോ പാവം, ആ ഒരു പാവത്വവും അതേപോലെ തന്നെ പുള്ളി പൊട്ടിക്കരയുന്ന സീനുകളായിക്കോട്ടെ, അല്ലെങ്കിൽ
പുള്ളിയുടെ നിസ്സഹായ അവസ്ഥയൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ പുള്ളി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണുന്ന സമയത്ത് നമുക്കാണെങ്കിലും പുള്ളിയുടെ ക്യാരക്ടർ കാണുമ്പോൾ അയ്യോ എന്ന് തോന്നും. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വിജയം തന്നെയാണ്. അത് അർജുൻ അശോകൻ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, പുള്ളിയുടെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗംഭീരമാണ്. പുള്ളി ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത്. അത് ഞാൻ എന്താണ്, എങ്ങനെയാണ്, എന്ത് പരിപാടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ ഒക്കെ സ്പോയിലറാവും. സോ സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥ് ഭരതനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കിടിലൻ ആക്ടറാണ്. പുള്ളിനെയൊക്കെ ഇവിടുത്തെ സംവിധായകനും റൈറ്റേഴ്സും ഒക്കെ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ഉപയോഗിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ മമ്മൂക്ക, പുള്ളിയെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയണ്ടേ? സീരിയസ്ലി എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് അറിയത്തില്ല. ആക്ച്വലി അറിയാൻ മേലാഞ്ഞിട്ടല്ല, പുള്ളിയെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ക്ലീഷയായി പോകും. അതാണ് പ്രധാന പ്രശ്നം. പുള്ളി ഒരു ബ്രില്യൻ്റ് ആക്ടറാണ്, ഇതിൻ്റെ അകത്ത് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും നീ പറഞ്ഞിട്ട് വേണോ അങ്ങേര് ബ്രില്യൻ്റ് ആണെന്ന് ഞങ്ങൾ അറിയാമെന്ന്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറയുകയാണ്, എന്തൊരു ബ്രില്യൻ്റ് ആക്ടറാണ് മമ്മൂട്ടി. ഈ സിനിമയ്ക്കകത്ത് പുള്ളിയുടെ ക്യാരക്ടർ, മമ്മൂട്ടി എവിടെ? മമ്മൂട്ടിയെ കാണാനില്ല. ഇത് വേറെ ഏതോ ഒരു മനുഷ്യൻ. ആ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറായി പോകും. നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യും പോയിട്ട്. മമ്മൂക്ക് അതിന് മുമ്പും ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലെ മാനറിസംസ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ആക്ച്വലി അറിയാം. പക്ഷേ അത്തരത്തിലുള്ള മാനറിസംസ് ഒന്നും നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഈ കഥാപാത്രത്തിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ആ കഥാപാത്രത്തിൻ്റെയും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെയും ഭംഗി എന്ന് പറയുന്നത്. അത് അസലായിട്ട് ആ ക്യാരക്ടർ പിടിച്ചിട്ട് മമ്മൂക്ക് തുടക്കം തൊട്ട് ഒടുക്കം വരെ ചെയ്തിട്ടുണ്ട് മോനെ. പുള്ളിയുടെ ഇരുന്നിട്ടുള്ള നോട്ടത്തിലാണെങ്കിലും, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഇരുത്തം, അല്ലെങ്കിൽ പുള്ളി ഉറങ്ങുന്ന ആ ഒരു ഭാവമാണെന്നുണ്ടെങ്കിലും, പുള്ളി നടന്നു വരുന്നൊരു ഇതായിക്കോട്ടെ, ഡയലോഗിൻ്റെ ഡെലിവറിയുടെ ഒരു മോഡുലേഷൻ ആയിക്കോട്ടെ, എവറിത്തിങ് അതൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്തുള്ള ആ ക്യാരക്ടർ എന്ന് പറയുന്നതും അമ്മാതിരി ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. അത് മമ്മൂക്ക ചെയ്ത് കാണുന്ന സമയത്ത് ഉള്ളൊരു ആനന്ദമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് വളരെ ചുരുക്കി പറയാനുള്ളത്. ഏതായാലും രാഹുൽ, ഈ സിനിമയുടെ സംവിധായകൻ, ഭൂതകാലത്തിന് ശേഷം അടുത്തൊരു ഗംഭീര സിനിമ, അങ്ങനെ ഇതും വിജയ്ക്ക് ഇതൊന്നും ഡീഗ്രേഡിങ്ങിലൊന്നും ഇത് ബാധിക്കില്ല. ഒബ്വിയസ്ലി ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും കുറേ കൂട്ടം ആൾക്കാർ നെഗറ്റീവ് അടിക്കാനും ഒക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം ഞാൻ കൂട്ടുന്നത്. പക്ഷേ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് വരുന്ന ടീമുകളൊക്കെ എല്ലാ സിനിമകൾക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ഡീഗ്രേഡിങ്ങുകളും പരിപാടികളൊന്നും ഈ ഒരു സിനിമയെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഡീഗ്രേഡിംഗ് ഒന്നും ഈ സിനിമയ്ക്ക് ബാധിക്കില്ല. ഈ സിനിമ ആളുകൾ കയറി കാണും, എൻജോയ് ചെയ്യും. ഈ സിനിമ ഇവിടെ ഓടും, ഈ സിനിമ കളക്റ്റും ചെയ്യും. ബിക്കോസ് ഇത് അത്രയും ക്വാളിറ്റി ഉള്ളൊരു സ്റ്റഫാണ് ഫ്രം ദ ഡയറക്ടർ. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ ഇതിൻ്റെ അകത്തൊരു ലേഡി ആക്ട്രസ് ഉണ്ട്, അവരുടെ പേര് എനിക്കറിയില്ല. അവരാണെങ്കിലും ചെറിയൊരു ഭാഗമായിട്ട് അവരും ചെയ്തിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ, പുള്ളിയുടെ ഭാഗം കുറച്ചേ ഉള്ളൂ, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇതൊരു അടിപൊളി സിനിമയാണ്. വിഷ്വലി ആയിക്കോട്ടെ, അഭിനയം കൊണ്ടായിക്കോട്ടെ, എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമ. അഗെയിൻ ഐ എം സെയിങ്, മമ്മൂക്ക, യു ആർ ആൻ അത്ഭുതം, യു ആർ ആൻ അത്ഭുത വിളക്ക്. ഇനിയും ഇപ്പോൾ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു മമ്മൂട്ടി ഫാൻ, വീണ്ടും പറയുന്നില്ല, ഒരു ഫാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന നടനിൽ നിന്ന് ചില കഥാപാത്രങ്ങൾ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന, ആക്രാന്തത്തോടുകൂടി കാത്തിരിക്കുന്ന വേഷങ്ങളിൽ ഒരു വേഷം തന്നെയാണ് ബ്രഹ്മയുഗത്തിൽ മമ്മൂക്ക ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ പുള്ളിയിൽ നിന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം പുള്ളി തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നു. എൻജോയിങ് ദ മൂവി, അല്ലെങ്കിൽ പുള്ളിയുടെ മൂവീസ് എല്ലാം എക്സ്പെക്ടേഷനോടുകൂടി കാത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് പുള്ളിയുടെ വരാൻ വേണ്ടി പോകുന്നത് ഏതാണ്? ടർബോ അല്ലേ? ടർബോ. എല്ലാം നന്നായി വരട്ടെ, ഗംഭീര സിനിമയായി വരട്ടെ. ഇനിയും മമ്മൂക്കയ്ക്ക് നമ്മളെ ഇതുപോലെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, കൈയടിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ രാഹുൽ, ഡയറക്ടറെ കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞ് വിട്ടാൽ പോരാ. രാഹുൽ, നിങ്ങൾ മിടുക്കനാണ്, മിടുക്കനാണ്, മിടുക്കാച്ചിയാണ്. പണി അറിയാവുന്നൊരു ചെറുപ്പക്കാരൻ, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ നല്ല ആത്മാർത്ഥതയുള്ള സംവിധായകൻ. ഞാൻ പറയാറുണ്ട് പല സംവിധായകരെ കുറിച്ചിട്ട് അങ്ങനെ നല്ല ആത്മാർത്ഥതയുള്ള സംവിധായകരെ എന്ന്. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ് രാഹുലും.
ഇപ്പോൾ 2 സിനിമകൾ നന്നായി. ഇനി അടുത്ത സിനിമകളും ഇതേപോലെ തന്നെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ക്വാളിറ്റി ഒട്ടും താഴേക്ക് പോകാതെ തന്നെ ഗംഭീര പരിപാടികളുമായിട്ട് മുമ്പോട്ട് വരിക. നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി കാത്ത് ഇരിക്കുന്നു മിസ്റ്റർ രാഹുൽ. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഈ ഒരു സിനിമ കണ്ട ആൾക്കാർ ദയവ് ചെയ്തിട്ട് കാണാത്ത ആളുകളോട് ആ സിനിമയുടെ കഥയോ ആ സിനിമയത്തെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ ഒന്നും തമാശക്കാണെങ്കിൽ പോലും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഈ സിനിമയ്ക്ക് ആ സിനിമയുടേതായ ഒരു ഭംഗിയുണ്ട്, ആ സിനിമയുടേതായ ഒരു മൂഡുണ്ട്. അത് എല്ലാ പ്രേക്ഷകരും വളരെ ഫ്രഷായിട്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ആരും ഇത് പടം കാണുക, എൻജോയ് ചെയ്യുക, വന്നിട്ട് മിണ്ടാണ്ടിരിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുക. അത്രയേ ഉള്ളൂ, അത് മതി. വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. ബിക്കോസ് ഇത് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം സ്പോയിലറാണ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും അത് ആസ്വാദനത്തിനെ ബാധിക്കും. അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ആസ്വാദനത്തിനെ ബാധിക്കും. ഇത് കാണുകയാണെങ്കിൽ തുടക്കം തൊട്ട് ഇതിങ്ങനെ കണ്ടിത് എന്താ ഉണ്ടാവാൻ വേണ്ടി പോണേ, ഈ കഥാപാത്രത്തിന് എന്ത് ചെയ്യും, ആ കഥാപാത്രത്തിന് ഉദ്ദേശം എന്താ പരിപാടി, ഇതിങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നിടത്താണ് ഈ ഒരു സിനിമയുടെ ഭംഗിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭംഗി വെറുതെ നിങ്ങൾ ഓരോ സീനുകളൊക്കെ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ട് കുളം തോണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു സിനിമാ പ്രേമി, ഇത് മമ്മൂട്ടി ഫാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതല്ല, ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, പറ്റുമെങ്കിൽ കണ്ട ആൾക്കാർ കാണാത്തവരോട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണൂ, തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഈ സിനിമയ്ക്കകത്ത് വലിയൊരു ഭാഗം തന്നെയാണ്. ആ ഒരു വ്യക്തിയുടെ അഭിനയം, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രകടനം, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പുള്ളിയുടെ ചിരി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നോട്ടം ആയിക്കോട്ടെ, എവറിത്തിങ് മാൻ, ഡയലോഗ് ഡെലിവറി, ആ മോഡുലേഷൻ, ഇതൊക്കെ തിയേറ്ററിൻ്റെ അകത്തുനിന്നുള്ള ആ ഒരു ഓഡിയോയിൽ കേൾക്കണ സമയത്തുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് ഒരിക്കലും വേറെ ടെലിഗ്രാമിലോ OTT ഒന്നും വന്നാൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് നിർബന്ധമായിട്ട് പോയി കാണൂ എന്നല്ല കേട്ടോ പറയണത്. ഞാൻ പറയണത് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്നേ പറഞ്ഞുള്ളൂ, OTT കണ്ടിട്ട് കാര്യമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ ആ ഫീൽ തമ്മിൽ വ്യത്യസ്തത എന്താണെന്ന് പറഞ്ഞാണ്. OTT കണ്ടാൽ കിട്ടില്ല, മറ്റൊരിടത്ത് കണ്ടാൽ ഭയങ്കരമായിട്ട് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടേക്ക് കെയർ.